ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾ കാണിച്ച അബദ്ധങ്ങൾ ഒരു 2-3 പറയാം. ആദ്യത്തെ അബദ്ധം ആന്ധ്രാപ്രദേശിൽ. ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് എന്താ ചെയ്തത്? ഷർമിളയെ കൂട്ടിക്കൊണ്ടുപോയി അവരെ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാക്കി എല്ലാ സീറ്റിലും മത്സരിച്ചു. എന്താ സംഭവിച്ചത്? YSR കോൺഗ്രസിൻ്റെ 4 മുതൽ 5% വോട്ട് ക്ലീനായിട്ട് സ്പ്ലിറ്റായിപ്പോയി. ഞങ്ങൾക്ക് പകുതി പണിക്ക് കാര്യം സാധിക്കുകയാണ്. 1. 2, ഒറീസയിൽ എല്ലാവർക്കും അറിയാമായിരുന്നു ഇത്തവണ ഒറീസയിൽ ആൻറ്റി ഇൻകുംബൻസി ഉണ്ട്, 25 കൊല്ലമായി ഭരണമാറ്റത്തിന് സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കി കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ നവീൻ പട്നായിക്കും തയ്യാറായില്ല, അദ്ദേഹത്തോടൊപ്പം ചേരാൻ കോൺഗ്രസും തയ്യാറായില്ല. സോ കോൾഡ് BJP വിരുദ്ധ വോട്ടുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ മതേതര വോട്ടുകൾ, അത് അവിടെ 2ആയി വിഭജിക്കാൻ കോൺഗ്രസ്സുകാരും നവീൻ പട്നായിക്കും ചേർന്ന് ഒരു സാഹചര്യമുണ്ടാക്കി. ഇനി ഞാൻ ഏറ്റവും വലിയ അബദ്ധം പറയാം. ബംഗാളിൽ എന്ത് വില കൊടുത്തും കോൺഗ്രസ് ഇടതുപക്ഷത്തിൽ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. കാരണം അവർ അത്ര തല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ടുണ്ട്, മമതാ ബാനർജിയും ഇടതുപക്ഷവും. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലല്ലോ. കോൺഗ്രസ്സുകാർക്ക് മമതാ ബാനർജിയുമായി സഖ്യമുണ്ടാക്കാമായിരുന്നല്ലോ. അതുണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, CPMനെയും കൂട്ടി വേറെ മത്സരിച്ച് ഇപ്പോൾ നോൺ BJP വോട്ടുകൾ ഒരു 7 മുതൽ 8% വരെ ഇവർ പിടിച്ചെടുക്കാൻ പോവുകയാണ്. അത് ആണ് 3ാമത്തെ അബദ്ധം. ഇനി 4ാമത്തെ അബദ്ധം പറയാം. നിതീഷ് കുമാർ ഞങ്ങളെ കൂടെ വരുന്നു എന്ന് കണ്ടപ്പോൾ സർവശക്തിയും ഉപയോഗിച്ച് അയാളെ പിടിച്ചു നിർത്താൻ ഇവർ ശ്രമിക്കേണ്ടിയിരുന്നു. ഒരു ശ്രമം പോലും ഇവരെ ഭാഗത്തുണ്ടായില്ല. ഇനി 5ാമത്തത്, ബഹുജൻ സമാജ് പാർട്ടിയും സമാജ്വാദി പാർട്ടിയും 2019 സഖ്യമുണ്ടാക്കിയപ്പോൾ അന്ന് ഞങ്ങൾക്ക് അവിടെ 10 സീറ്റ് നഷ്ടപ്പെട്ടു. അതായത് BJPക്കും ഘടകകക്ഷികൾക്കും 73 സീറ്റ് ഉണ്ടായിരുന്നു, അത് 64, 9 സീറ്റ് നഷ്ടപ്പെട്ടു. ആ ബഹുജൻ സമാജ് പാർട്ടിയെ കൂടെ കൂട്ടാൻ ഇവർക്ക് എന്തായിരുന്നു തടസ്സം? ഞങ്ങളാരും അതിന് തടസ്സം ഉണ്ടാക്കിയില്ലല്ലോ. അപ്പോൾ അവിടെ ബഹുജൻ സമാജ് പാർട്ടി ഇന്ന് ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയോ? 20 മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. സാമാന്യം ഭേദപ്പെട്ട ജനസംഖ്യ, മുസ്ലിം ജനസംഖ്യയുള്ള എല്ലാ സീറ്റിലും ബഹുജൻ സമാജ് പാർട്ടി മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ നേരത്തെ ബഹുജൻ സമാജ് പാർട്ടിയുടെ MP ആയിരുന്ന ഡാനിഷ് അലി മത്സരത്തിൽ ബഹുജൻ സമാജ് പാർട്ടി ഒരു എണ്ണം പറഞ്ഞ മുസ്ലിം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവർ കാണിച്ച അബദ്ധമാണ്. ഞങ്ങൾ ഇതൊക്കെ കണ്ടു ചിരിക്കുകയാണ്. അതായത് BJP വിരുദ്ധ വോട്ടുകൾ വളരെ തന്ത്രപരമായി സ്പ്ലിറ്റ് ചെയ്യാനുള്ള തന്ത്രപരമായ നീക്കം ഇവർ തന്നെ നടത്തിയിട്ടുണ്ടെന്ന്. ഞങ്ങൾക്ക് വളരെ പണി എളുപ്പമാക്കി തന്നത് ഇവരാണ്. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യം, RSS ഈ തവണ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയിട്ടില്ല, തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാലത്തും RSS സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താറില്ല. അവരുടേതായ ചില സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതല്ലാതെ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അവർ വരാറില്ല. അത് ഇത്തവണയും കഴിഞ്ഞ തവണയും അങ്ങനെയാണ്. ഇത്തവണയും RSS എന്തൊക്കെ അവരുടേതായ സംവിധാനത്തിലൂടെ അവരുടേതായ രീതിയിൽ ചെയ്യണമോ അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. BJP രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു, രാഷ്ട്രീയ രംഗത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടതെല്ലാം ചെയ്യുന്നു. ഒരു സാംസ്കാരിക സംഘടന എന്ന നിലയിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘവും മറ്റ് അനവധി പരിവാർ സംഘടനകളും അവരുടേതായ രീതിയിൽ അവരെന്തൊക്കെ ചെയ്യണമോ അതൊക്കെ കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. ഇനി അവർ വീട്ടിൽ കിടന്ന് ഉറങ്ങുക എന്ന് വിചാരിച്ചിട്ട് ആരും സന്തോഷിക്കുന്നു ഒന്നും വേണ്ട, അതൊക്കെ അബദ്ധമായി പോവും. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണ്. അമിത്ഷാ ഇന്ന് പറഞ്ഞതും നരേന്ദ്രമോദി കഴിഞ്ഞ കുറേ ദിവസമായി പറയുന്നതും തന്നെ ഈ രാജ്യത്ത് സംഭവിച്ചു. ശരി, അല്ല അതിനകത്ത് ഇപ്പോൾ ഞാനിപ്പോൾ RSSനെ തന്നെ കോട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ, രാം മാധവ് പറഞ്ഞു ഞങ്ങൾ 2014 സജീവമായിട്ടുണ്ടായിരുന്നു, ഇത്തവണ ഇല്ല. അത് RSSന്റെ തന്നെ ടേക്കാണ്, അല്ലെങ്കിൽ RSSന്റെ ഭാരവാഹിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരാളുടെ ടേക്കാണ്. അദ്ദേഹം BJPയുടെ ജനറൽ സെക്രട്ടറിയായും വന്നിട്ടുണ്ട് RSSൽ നിന്ന്. അതൊന്ന്. പിന്നെ RSS ഇറങ്ങാത്ത, അല്ലെങ്കിൽ RSS വേറൊരു നിലപാടെടുത്ത് തെരഞ്ഞെടുപ്പ് നോക്കൂ. 84 ഇലക്ഷനിലാണല്ലോ 400 പാർ സംഭവിച്ചത്, യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഓർഗനൈസറിൽ വന്നൊരു ലേഖനത്തിൽ ഇത് ട്രയംഫ് ഓഫ് ഹിന്ദുസ് എന്നാണ് എഴുതിയിരുന്നത്, കുലംകുത്തികൾക്ക് കിട്ടിയ അടിയെന്നും. അപ്പോൾ RSS കുലംകുത്തികൾക്ക് അടിക്കാൻ തീരുമാനിച്ച ഇലക്ഷനിൽ BJPക്ക് കിട്ടിയത് 2 സീറ്റാ. ഈ RSS എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ മാത്രം, മുൻകൂട്ടി മനസ്സിലാക്കാൻ മാത്രം ബുദ്ധിയും അല്ലെങ്കിൽ അത്രയ്ക്കുള്ള സംവിധാനമുള്ള ഒരു പ്രസ്ഥാനം ഇന്ത്യയിൽ ഇന്ന് വേറെ ഉണ്ടോ?
ആർക്കും മനസ്സിലാവില്ല. അവരുടേതായ രീതിയിൽ അവരുടെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട്. യു ടേക്ക് ഇറ്റ് ഫ്രം മൈ ടങ്. ശരി. ഞാനല്ലേ പറയുന്നത്, അവരുടേതായ രീതിയിൽ അവരുടെ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയ രംഗത്ത് അവർ ഇത്തവണ ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാൻ പോകുന്നില്ല. പക്ഷെ അവരെന്തൊക്കെ ചെയ്യണമോ അവർ ചെയ്യുന്നുണ്ട്. അതൊന്നും ആലോചിച്ച് ആരും മനപ്പായസം ഉണ്ണണ്ട.